വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പശ്ചിമ ബംഗാളിൽ ബാബറി മസ്ജിദ് നിർമ്മാണം നടക്കാൻ പോകുന്നു. തൃണമൂൽ കോൺഗ്രസ് MLA-യുടെ മുൻകൈയിൽ മുർഷിദാബാദിൽ മസ്ജിദ് പണിയും. ഉച്ചയ്ക്ക് 12-ന് ശേഷം തറക്കല്ലിടൽ കർമ്മം നടത്തുമെന്ന് TMC MLA ഹുമയൂൺ കബീർ വ്യക്തമാക്കി. മുർഷിദാബാദിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. 12 बजने दीजिए, 12 बजेगी तो यहाँ कुरान तिलावत शुरू होगी, कुरान तिलावत खत्म होगी, कुरान खत्म जो कंप्लीट होगी उसी टाइम ये शिलान्यास लिम रखा गया। ऑपरेशन चल रहा है अभी। मुर्शिदाबाद का पुलिस, स्टेट पुलिस सारे मेरे को सपोर्ट दे रहा है, मेरे को सहयोगिता कर रहा है। ये मेरे अनेक अनेक धन्यवाद जना रहा है भाई। अब यहाँ तो വാർത്തയുടെ വിവരങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വളരെ ദിവസങ്ങൾക്ക് മുൻപേ തൃണമൂൽ കോൺഗ്രസിന്റെ MLA ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നോക്കൂ, തൃണമൂൽ കോൺഗ്രസിന്റെ ആ ന്യൂനപക്ഷ പ്രീണനം ഏത് ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിക്കൂ. ഇന്ന് ഡിസംബർ 6 ഇന്ന് പശ്ചിമ ബംഗാളിൽ ബാബറി മസ്ജിദിന്റെ തറക്കല്ലിടാൻ പോകുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിൽ? നന്ദൻ. നിലിമ, ഡിസംബർ 6 ഹിന്ദു സ്വാഭിമാന ദിനമാണ്. അതായത് അയോധ്യയിൽ നിലനിന്നിരുന്ന തർക്കമന്ദിരം പൊളിച്ച ദിവസമാണ് ഇന്ന്. ഈ ദിവസം തന്നെ മുർഷിദാബാദിൽ, പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ മറ്റൊരു ബാബറി മസ്ജിദിന് തറക്കല്ലിടുമെന്ന് നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീർ പ്രഖ്യാപിച്ചതാണ്. ഈ പ്രഖ്യാപനത്തിന് ആദ്യഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അടുത്ത വർഷം ആദ്യം പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അത് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ വലിയ വിദ്വേഷത്തിന് കാരണമാകും എന്നുള്ളത്, പാർട്ടിയെ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഹുമയൂൺ കബീറിനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്, ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷവും തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഹുമയൂണുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇതിനോടകം തന്നെ മുർഷിദാബാദിൽ ഈ ബാബറി മസ്ജിദിന്റെ പണിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് വിളി ഉയർന്നതിന് ശേഷം ഇതിന്റെ തറക്കല്ലിടിയിൽ നടത്തുമെന്നുള്ളതാണ് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവർ ഈ കെട്ടിടം നിർമ്മിക്കുവാൻ ആവശ്യമായ കല്ലും മറ്റ് സാമഗ്രികളും ഇതിനോടകം തന്നെ ഈ മുർഷിദാബാദിലേക്ക് പല മേഖലകളിൽ നിന്നായി എത്തിക്കുന്നു. ജനങ്ങൾ കൂടുതലായി ഇവിടേക്ക് മറ്റ് ഇഷ്ടിക കഷ്ണങ്ങളും മറ്റുമായി ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളുമായി ഈ പ്രദേശത്ത് എത്തുകയാണ്. അങ്ങനെ ഒരു വലിയ സംഘർഷ സാധ്യത ഇപ്പോൾ ഈ മുർഷിദാബാദ് പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ബാബറി മസ്ജിദ് പണിയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മൗനാനുവാദത്തോടു കൂടിയാണ് എന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർത്ത് ഇവിടെ അരക്ഷിതാവസ്ഥ, അതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ ഈ ബാബറി മസ്ജിദ് പണിയുന്നതിലൂടെ തൃണമൂൽ കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം പയറ്റുകയാണെന്നുമാണ് BJP കൃത്യമായി ആരോപിക്കുന്നത്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ മുർഷിദാബാദ്, അതായത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ മുർഷിദാബാദ് പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിലൊരു മസ്ജിദ് പണിയുന്നതിലൂടെ തൃണമൂൽ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ നീക്കം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിക്കുന്നുണ്ട്. നീലിമ. നന്ദഗോപൻ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന, ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നൂറുകണക്കിന് TMC-യുടെ പ്രവർത്തകർ തലച്ചുമടുമായി ഈ സ്ഥലത്തേക്ക്, ഈ ബാബറി മസ്ജിദ് പണിയും എന്ന് പറയുന്ന മുർഷിദാബാദിലേക്ക് തലയിൽ ഈ ചുടുകട്ടകൾ തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വലിയ സംഘടിതമായ ഒരു നീക്കമാണ്. ഒരു തറക്കല്ലിടൽ മാത്രമല്ല, ഈ തറക്കല്ലിടലിനോടനുബന്ധിച്ച് തന്നെ ഈ കെട്ടിടം, ഒരു വിവാദ മന്ദിരം പൊക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും സർവ്വസന്നാഹങ്ങളും അവിടെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒട്ടേറെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സംഘർഷാവസ്ഥ മുർഷിദാബാദിൽ സൃഷ്ടിക്കപ്പെടുകയാണോ?
നീലിമ, ഈ മുർഷിദാബാദിലെ സമീപ ജില്ലകളിൽ നിന്നുമൊക്കെ തന്നെ ധാരാളം തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇവിടേക്ക് ഈ മുർഷിദാബാദിലെ ഈ ബാബറി മസ്ജിദ് പണിയുന്ന സ്ഥലത്തേക്ക് കൂടുതലായി എത്തുന്നു എന്നുള്ളതാണ് ഈ സംഘർഷ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. മുർഷിദാബാദ് ജില്ലയിൽ നിന്നുമുള്ള കൂടുതൽ പോലീസ് സന്നാഹം ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ നേരത്തെ നീലിമ സൂചിപ്പിച്ച പോലെ തലച്ചുമടായി മറ്റും ഇത്തരം ആൾക്കാർ ധാരാളമായി ഇവിടേക്ക് ഇതിന്റെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. മണ്ണും കല്ലുമൊക്കെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ചുമന്ന് ഈ മേഖലയിലേക്ക്, മുർഷിദാബാദ് മേഖലയിലേക്ക് കൂടുതലായി എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് തന്നെയാണ് സംഘർഷ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതും. ഏതായാലും നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നിലവിൽ അത്തരം അത് തടയുവാനോ അല്ലെങ്കിൽ അത്തരം ആക്ഷനുകളിലേക്കോ ഒന്നും തന്നെ കടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായക പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികൾ, ജ്യോതിർമഠത്തിലെ മഠാധിപതിയായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികൾ അവിമുക്താനന്ദ സരസ്വതി അദ്ദേഹം വ്യക്തമാക്കിയത് പള്ളി പണിയുന്നതിൽ യാതൊരുവിധ എതിർപ്പുകളും അതേസമയം തന്നെ അധിനിവേശക്കാരനാണ് ബാബർ എന്നുള്ളത്. ബാബറിന്റെ പേരിൽ പള്ളി പണിയുന്നതിനെ കൃത്യമായി എതിർക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല ബാബറിനെ പുകഴ്ത്തുന്നവർ അല്ലെങ്കിൽ ബാബറിന്റെ അനുയായികളായി സ്വയം കരുതപ്പെടുന്നവരെയും ഇത്തരത്തിൽ ഈ കടന്നുകയറ്റക്കാരായി അധിനിവേശക്കാരായി കാണേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും അവിമുക്തേശ്വരാനന്ദ സരസ്വതി ശങ്കരാചാര്യ സ്വാമികൾ ജ്യോതിർമഠത്തിലെ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇങ്ങനെ പല കോണുകളിൽ നിന്നും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ BJPയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ബ്ലോക്കായി തൃണമൂൽ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് വീഴണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ബാബറി മസ്ജിദ് എന്ന പേരിൽ മുർഷിദാബാദിൽ ഒരു കെട്ടിടം പണിതുയർത്തുവാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിന്റെ MLA ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. ഇത്തരത്തിൽ വലിയ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസിനെയും അതേപോലെ തന്നെ കേന്ദ്ര സേനകളെയും വിന്യസിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തർപ്രദേശ് സർക്കാർ നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അതായത് 12 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട തറക്കൽ ഇടിയിൽ കർമ്മം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏത് രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നീലും നന്ദഗോപൻ, മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ്. ഹുമയൂൺ കബീർ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഇയാളെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതേ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ, പോലീസ് വളരെ കൃത്യമായ പിന്തുണ നൽകുകയാണ് ഈ ഹുമയൂൺ കബീറിന്. ഹുമയൂൺ കബീർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പോലീസ് എനിക്ക് സുരക്ഷ നൽകുന്നുണ്ട്, പോലീസ് എൻ്റെ ഈ നീക്കത്തിന് അതിശക്തമായ പിന്തുണ നൽകുന്നു എന്നതാണ്. അതായത് പശ്ചിമബംഗാൾ സർക്കാർ, പോലീസ് ഈ ന്യൂനപക്ഷ പ്രീണനത്തിന് ഈ ഘട്ടത്തിലും കുടപിടിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ പോലും അങ്ങേയറ്റം ഗുരുതരമായി ബാധിച്ചേക്കാവുന്ന ഒരു വിഷയമാണ് ഇതിൽ ഒരു നടപടിയെടുക്കാനോ അത് തടസ്സപ്പെടുത്താനോ ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലല്ലോ. നീലിമ, അത് തന്നെയാണ്. കഴിഞ്ഞ 4.5 വർഷത്തിലധികമായി പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ ന്യൂനപക്ഷ പ്രീണനം നടത്തി, മറിച്ച് ഹിന്ദു വിഭാഗത്തെ കൃത്യമായി ദ്രോഹിക്കുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളത് BJP ആരോപിച്ചിരുന്നു. സന്ദേശ് ഖാലി അടക്കമുള്ളവ ഉദാഹരണമാണ്. സന്ദേശ് ഖാലിയിൽ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങളുടെ ഭൂമി കയ്യേറിക്കൊണ്ട് അവരെ പീഡനത്തിന് വിധേയരാക്കുന്ന സാഹചര്യം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അവിടുത്തെ MLA അടക്കം അതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതേപോലെ തന്നെ നോർത്ത് പർഗാനസിലും അതേപോലെ തന്നെ സൗത്ത് പർഗാനസ് ജില്ലയിലുമൊക്കെ അങ്ങനെ ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഹിന്ദു വേട്ട തുടരുന്ന, തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് ഹിന്ദു വേട്ട തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഏതായാലും അതിന്റെയൊക്കെ തന്നെ പിൻപുറം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് വേണം ഇത്തരമൊരു നടപടികളെ വിലയിരുത്തുവാൻ. കഴിഞ്ഞ 4.5 വർഷമായി നടത്തി വന്ന ഇസ്ലാമിക പ്രീണനം അത് വീണ്ടും തുടരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രധാനമായും അടുത്ത തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാണ് എന്നുള്ളത് മമതാ സർക്കാരിന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് MLAയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഇത്തരമൊരു നടപടിക്ക് മേൽ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പോലീസ് ഇതിനായി എല്ലാ സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ അവിടെ കൂടുതലേക്ക്
പോലീസിനെ നിയോഗിച്ചുകൊണ്ട് അവിടെ ക്രമസമാധാനം എന്ന പേരിൽ ഈ ഒരു ബാബറി മസ്ജിദ് തറക്കല്ലിടിയിൽ കർമ്മത്തിന് അതിന്റെ ഒരു ചടങ്ങിന് സംരക്ഷണം ഒരുക്കാനാണ് പോലീസും മമതാ സർക്കാരും ശ്രമിക്കുന്നത് എന്ന് വേണം വിലയിരുത്തുവാൻ. നന്ദൻ, ഈ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അവിടുത്തെ ദൃശ്യങ്ങളാണ്. അവിടെ വലിയ രീതിയിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വലിയൊരു ആഘോഷമായി തന്നെയാണ് ഈ ബാബറി മസ്ജിദിന്റെ തറക്കല്ലിടൽ നടക്കുന്നത്. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, അയോധ്യയിൽ നിന്നും എങ്ങനെ മൂർഷിദാബാദിലേക്ക് ഈ ബാബറി മസ്ജിദ് എത്തുന്നു എന്നതാണ്. വളരെ കൃത്യമായി നമുക്കറിയാം, ഈ പശ്ചിമ ബംഗാളിന്റെ ഒരു ഡെമോഗ്രഫി പോലും മാറ്റുന്ന രീതിയിൽ അവിടെ കുടിയേറ്റമുണ്ട്, അനധികൃത കുടിയേറ്റമുണ്ട്. ഈ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുന്നത് റോഹിംഗ്യൻസും അതുപോലെ ബംഗാളികളും ഒക്കെയാണ്, ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളാണ്. അങ്ങനെ അവിടെ വലിയ രീതിയിൽ ഒരു മുസ്ലിം പോപ്പുലേഷൻ കൂടിയതിൻ്റെ യഥാർത്ഥ കാരണം കുടിയേറ്റക്കാരാണ്. ഈ SIR നടപ്പാക്കിയപ്പോൾ തന്നെ ആ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇവിടെ ജീവിക്കുന്നവർ ഈ ഭൂരിഭാഗവും ഈ പറയുന്ന മൂർഷിദാബാദിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ പൗരന്മാരല്ല, പുറത്തുനിന്ന് കുടിയേറി ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണ് എന്ന്. വീണ്ടും ഈ മൂർഷിദാബാദ് ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ കുടിയേറ്റ കേന്ദ്രത്തിൻ്റെ ഒരു എപ്പിക് സെന്ററായി മാറുമ്പോൾ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് ഇന്ത്യ മുന്നണി നൽകുന്നത്? നീലിമ, പ്രധാനമായും ഈ SIR നടപടികൾക്ക് ബംഗാൾ സർക്കാർ അത് നടത്തുവാൻ വേണ്ടി തയ്യാറാകാത്തത്, അല്ലെങ്കിൽ ആ നടപടികൾക്ക് തടയിടുവാൻ ശ്രമിക്കുന്നത് ഇതുതന്നെയാണ്. കുടിയേറ്റമാണ് ഇതിന് പ്രധാന കാരണം. അനധികൃതമായി ധാരാളം ആൾക്കാർ ഈ ബംഗ്ലാദേശിൽ നിന്നും അതേപോലെ തന്നെ റോഹിംഗ്യനായിട്ടുമൊക്കെ തന്നെ കുടിയേറിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് 24 നോർത്ത് പർഗാനസിലും 24 സൗത്ത് പർഗാനസ് ജില്ലയിലും മുർഷിദാബാദിലടക്കം ധാരാളമായി ഇത്തരം കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SIR നടപടികൾ നടത്തുവാൻ വേണ്ടി പശ്ചിമ ബംഗാൾ സർക്കാർ തയ്യാറാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരത്തിൽ വരിക, അതിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ എൻ ബ്ലോക്കായി നേടുക എന്നുള്ള ഒരു അജണ്ട തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് അത്തരമൊരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് ഇത്തരം ബാബറി മസ്ജിദ് പോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പണിയുവാൻ വേണ്ടി അത്തരമൊരു കെട്ടിടം ബാബറിന്റെ പേരിൽ പണിയുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹുമയൂൺ കബീറിന് നേരത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അടക്കം അകമഴിഞ്ഞ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ പിന്നീട് ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായി. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ബാബറിന്റെ പേരിൽ ഒരു കെട്ടിടം പണിയുമ്പോൾ സ്വാഭാവികമായും അത് സംസ്ഥാനത്തെ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള എതിർപ്പിന് കാരണമാകുമെന്നുള്ളത് തൃണമൂൽ കോൺഗ്രസ് തിരിച്ചറിഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത്. സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കുവാനുള്ള ഒരു ശ്രമമാണ് അവിടെ തൃണമൂൽ കോൺഗ്രസ് നടത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇത് ഇത്തരമൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് ഇയാളെ ഇല്ലെങ്കിൽ ഹുമയൂൺ കബീർ എത്തിയെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരമൊരു സംഭവം അനുവദിക്കില്ല എന്ന് നേരത്തെ ഹുമയൂൺ കബീറിനോട് വ്യക്തമാക്കിയിരുന്നെങ്കിൽ ഹുമയൂൺ കബീർ സ്വാഭാവികമായും ഇതിന് തയ്യാറാകില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കൃത്യമായി തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഒപ്പം തന്നെ മമതാ ബാനർജിയുടെ ഒക്കെ മൗനാനുവാദമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും BJP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മൗനാനുവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഹിന്ദു സ്വാഭിമാന ദിവസം തന്നെ ഇത്തരത്തിൽ ബാബറി മസ്ജിദ് എന്ന പേരിൽ ഒരു കെട്ടിടം പണിതുയർത്തുവാൻ വേണ്ടി അതിന് തറക്കല്ലിടിയിൽ കർമ്മത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഈ സമീപ ജില്ലകളിൽ നിന്നുമൊക്കെ തന്നെ ധാരാളം ആളുകൾ ഈ പ്രദേശത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ സാമഗ്രികളുമായൊക്കെ തന്നെ എത്തുന്നുണ്ട്. ഇതിനു പുറമെ തന്നെ ചില തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകളുടെ പിന്തുണയും ഈ കബീറിന്, ഈ ഹുമയൂൺ കബീറിനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും രഹസ്യാന്വേഷണ വിഭാഗവും മറ്റും കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്കും ഇപ്പോൾ ചില കേന്ദ്ര ഏജൻസികൾ കടന്നിരിക്കുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ മൗനാനുവാദം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സംരക്ഷണ കവചം ഒരുക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥ വിതയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പശ്ചിമ ബംഗാൾ പോലീസ് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയും നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നു. ഇത് ഈ ഒരു വിഷയം അത് ഏത് രീതിയിൽ പുരോഗമിക്കുമെന്ന്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കും
പറ്റും തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമായും കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തരമൊരു കെട്ടിടം പണിയുമ്പോൾ അതിന് ആരുടെയൊക്കെ പിന്തുണയുണ്ടാകും? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണയുണ്ടാകുമോ? ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ മൗനാനുവാദം ഈ വിഷയത്തിലുണ്ട്. എന്നാൽ പരസ്യ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. നീലിമ, വളരെ കൃത്യമായ പിന്തുണയോടെ കൂടിയാണ് മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന്റെ നിർമ്മാണം, തറക്കല്ലിടൽ നടക്കാൻ പോകുന്നത്. വളരെ കൃത്യമായ പോലീസ് സുരക്ഷ ഉണ്ട് എന്ന് ഹുമയൂൺ കബീർ പറയുമ്പോൾ അത് TMC സർക്കാർ നൽകുന്ന വലിയ പിന്തുണ തന്നെയാണ്. മുർഷിദാബാദിൽ വലിയ സംഘർഷ അവസ്ഥ നിലനിൽക്കുന്നു. എസ് നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.